കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത തന്നെയാണ് ഇന്ന് യമനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ആദ്യ പ്രതികരണം? തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ച് അറിയിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രകാരം ഇങ്ങനൊരു വധശിക്ഷ റദ്ദാക്കി എന്ന അറിയിപ്പ് കിട്ടിയിരിക്കുന്നു. യമനിലെ സനയിൽ നടന്ന ചർച്ചയിൽ അങ്ങനെ ധാരണ വന്നിരിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷം. അവരുടെ കുടുംബവുമായിട്ടുള്ള ചർച്ചകൾ തുടരണം എന്നുള്ളതാണ് എനിക്കുള്ള അഭിപ്രായം. ഇക്കാര്യത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇത് കേട്ടപ്പോൾ. ഇതിന് എല്ലാവരെയും, പ്രത്യേകിച്ച് ആദരണീയനായ കാന്തപുരം ഉസ്താദിനെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വളരെ സജീവമായി ആത്മീയ അതുപോലെ തന്നെ ജുഡീഷ്യൽ മേഖലകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ആദരണീയ ഗവർണർ അദ്ദേഹത്തിന്റെ ഇടപെടലും ഇതുപോലെ തന്നെ എംബസി വഴി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, അദ്ദേഹം നടത്തിയ എല്ലാ ഇഫേർട്സിനെയും അഭിനന്ദിക്കുകയാണ്. എംബസി ആദരണീയനായ അംബാസിഡറെ ഞാനിന്ന് മീറ്റ് ചെയ്തിരുന്നു. ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ മലയാളിയായ ശ്രീ അബു മാത്തൻ, അവരെ രണ്ടുപേരെയും അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുക. അവർ നടത്തിയ എഫേർട്സ്, ശ്രീ സാമുവൽ ജെറോമും അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ കുടുംബം ഈ കാലം അത്രയും ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. പ്രത്യേകമായ നന്ദിയാണ് എനിക്ക് എല്ലാവരുടെയും അവസരത്തിൽ പറയാനുള്ളത്. ആക്ഷൻ കൗൺസില്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, കേരള ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് എല്ലാവരെയും ഈ അവസരത്തിൽ പൂർണ്ണമായി അഭിവാദ്യം ചെയ്യുന്നു. ഈ വലിയൊരു ഡിസിഷൻ ഉടനെ തന്നെ നടപ്പിലാക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എത്രയും പെട്ടെന്ന് നിമിഷപ്രിയ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ജനതയുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമുക്ക് അതിനുവേണ്ടി ഒത്തൊരുമിച്ച് നിൽക്കാം എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കും. ശ്രീ ചാണ്ടി ഉമ്മൻ, കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ചോദിക്കട്ടെ, ഇന്ന് നടന്ന ചർച്ചയുടെ വിവരങ്ങൾ എന്തെങ്കിലും താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ? എനിക്ക് കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെച്ചത്. നിങ്ങൾ തന്നെ അത് പങ്കുവച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്നുള്ള ഇൻഫർമേഷൻസ് ഇന്നത്തെ ഈ കാര്യത്തിലുള്ളൂ. ഇന്നലെ പല ചർച്ചകൾ നടന്നതായിട്ട് അറിഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നിമിഷപ്രിയയുടെ കുടുംബം അങ്ങ് യമനിലുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് അഭിനന്ദിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ശ്രീ സാജൻ ലത്തീഫ്. അദ്ദേഹം തുടക്കം മുതൽ ആ കുടുംബവുമായിട്ട് ഉള്ള ചർച്ചയ്ക്ക് എല്ലാവിധമായ പിന്തുണ നൽകിയ പരമാവധി അദ്ദേഹത്തിന്റെ ശ്രമം നടത്തിയ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ എന്തും സാധ്യമാകും എന്നുള്ളതാണ് പൂർണ്ണമായും ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകണം. അതിനുവേണ്ടി നമ്മുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കണം. നമുക്കിത് റദ്ദാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം അബ്ദുൽ അത് ഇപ്പോഴും അദ്ദേഹം ജയിലിൽ തുടരുകയാണ്. റദ്ദാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക, അതിനുള്ള ശ്രമം വീണ്ടും തുടരുക. ഇന്ത്യൻ എംബസിയുടെ സഹായം വേണം, ഇന്ത്യൻ ഗവൺമെന്റിന്റെ സഹായം വേണം, അതിന് ഗവർണർ അടക്കമുള്ള നേതാക്കന്മാരുടെ സഹായം അതിനകത്ത് ആവശ്യമാണ്. കാന്തപുരം ഉസ്താദിന്റെ വളരെ സജീവമായ ഇടപെടലും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവിധമായ പിന്തുണയും നമുക്ക് ഒരുമിച്ച് ഇതിന് കൊടുക്കാം. നമുക്ക് ഒരു ജനതയായി ഒന്നിച്ച് എല്ലാ കാര്യത്തിലും ഇതേപോലെ നിൽക്കാം എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാം. ശ്രീ ചാണ്ടി ഉമ്മൻ, അതുപോലെ തന്നെ ഈ ദിയാധനം തലാലിന്റെ കുടുംബം സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം അല്ലേ? അല്ല, ദിയാധനത്തിന്റെ കാര്യത്തിലേക്ക് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകൾ എത്രയും പെട്ടെന്ന് തീരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ആ ചർച്ചകൾ തീരും എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. അതിന് ആ ഒരു നമുക്ക് സമയം വരെ കാത്തിരിക്കാം. അവര് സ്വീകരിക്കുന്ന ആ സമയം എന്താണ് അവർ പറയുന്നത്, അതിനനുസരിച്ചുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതിന് പ്രത്യേകമായ നന്ദി അബ്ദുൾ റഹീമിന്റെ നിയമസഭായ വേദി, ഞാൻ മെനഞ്ഞാന്ന് അവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു റിയാദിൽ വെച്ച്. അവർ പൂർണ്ണ പിന്തുണയാണ് നിമിഷപ്രിയയ്ക്ക്. ഇതാണ് മതേതര കേരളത്തിന്റെ യഥാർത്ഥ സ്വഭാവം. ആ നിമിഷപ്രിയയുടെ കാര്യത്തിന് വേണ്ടി അബ്ദുൾ റഹീം അതിന് പൂർണ്ണമായ പങ്ക് വഹിക്കാൻ തയ്യാറായി വരുന്നത്, അല്ലെ ആ നിയമസഹായ വേദി പൂർണ്ണമായ സഹായം നൽകുന്നത് കാണിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ വലിയ ഒരു എന്താ പറയാ പിന്തുണയാണ് എന്നീ അവസരത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. ശ്രീ ചാണ്ടി ഉമ്മൻ, നിമിഷപ്രിയയുടെ അമ്മയും മകളും ഒക്കെ ഇപ്പോൾ യമനിലാണ്. അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നോ? ഞാൻ അതിനുശേഷം സംസാരിച്ചിട്ടില്ല. നിമിഷപ്രിയയുടെ ഭർത്താവ് എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം കല്ലറയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കാനായി വന്നിരുന്നു. അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പോയെന്നാണ് മനസ്സിലാക്കുന്നത്. 2-3 ദിവസം മുമ്പ് ഞാൻ സൗദിക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. പൂർണ്ണമായ പ്രതീക്ഷയാണ് എനിക്ക് ഈ അവസരത്തിൽ
അവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ആ കുടുംബം ഒത്തിരിയേറെ അനുഭവിച്ചു. ഇനി നമുക്ക് അത് പരമാവധി പിന്തുണ കൊടുക്കാം. ആ കുടുംബത്തിനെ ഓർത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായം ഇതിനു വേണ്ടി ചെയ്യുന്നത്. കാരണം ഞാനിവിടെ സൗദിയിൽ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 9ഓളം ആളുകളുടെ ജീവൻ എന്റെ പിതാവ് ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ രക്ഷിച്ചത് ഈ അവസരത്തിൽ ഓർക്കുക. അദ്ദേഹം കണ്ടത് പ്രത്യേകിച്ച് കുടുംബങ്ങളെയാണ്. അതേപോലെ ഈ കാര്യത്തിലും ആ കുടുംബത്തിന് പ്രത്യേകമായിട്ട് നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ അമ്മയും നമ്മുടെ സഹോദരങ്ങളുമാണെന്ന് നമ്മൾ കരുതുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കും. ചേർത്ത് പിടിച്ചേ തീരത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്.